പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ എറണാകുളം സിറ്റി യൂണിയൻ ബാങ്കിന്റെ 2 ശാഖകളിൽ സ്ഫോടനം നടക്കും എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശം എത്തുന്നത്. സിറ്റി യൂണിയൻ ബാങ്കിന്റെ എറണാകുളത്തുള്ള 2 ശാഖകളിൽ, ഒന്ന് ഇടപ്പള്ളിക്ക് അടുത്തുള്ള മാമംഗലം, അതോടൊപ്പം തന്നെ സൗത്ത് പള്ളിമുക്ക്, ഈ 2 ശാഖകളിലായാണ് സ്ഫോടനം നടക്കും എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശം എത്തിയത്. സന്ദേശം ഇമെയിലായാണ് എത്തിയത്. CPI മാവോയിസ്റ്റ് സംഘടനയുടെ പേരിലാണ് ഈ ഒരു സന്ദേശം എത്തിയത്. അമോണിയം നൈട്രേറ്റ് എന്ന സ്ഫോടക വസ്തു പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഉച്ചയോടുകൂടി തന്നെ പൊട്ടിത്തെറിക്കും എന്നത് തന്നെയായിരുന്നു ഭീഷണി സന്ദേശം. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനകൾ ഏറെക്കുറെ അവസാനിച്ചപ്പോൾ പോലീസിന്റെ അല്ലെങ്കിൽ ഈ മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് ബോംബ് സ്ക്വാഡിന്റെ ഡോഗ് സ്ക്വാഡിന്റെ ഒക്കെ നിഗമനം എന്നത് ഇതൊരു വ്യാജ സന്ദേശമാണ് എന്ന തരത്തിലാണ്. അടുത്ത കാലത്തായി നിരവധി ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളൊക്കെ എത്താറുണ്ട്. എയർപോർട്ടിലും അതോടൊപ്പം തന്നെ ഈ ഷോപ്പിംഗ് മോളിലും കോംപ്ലക്സുകളിലും ഒക്കെ ഇത്തരത്തിൽ സ്ഫോടനം നടക്കും എന്ന തരത്തിലുള്ള സന്ദേശമൊക്കെ എത്തി. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു വ്യാജ സന്ദേശമാണെന്ന കാര്യമൊക്കെ വ്യക്തമായത്. അതുതന്നെയാണ് ഇവിടെയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. രാവിലെ അവരുടെ ബ്രാഞ്ചിൽ നിന്നൊരു മെയിൽ വന്നത്, ആ മെയിലോടുകൂടി കൊണ്ടുവന്നതാണ്. ഇങ്ങനൊരു ത്രട്ടുണ്ട്, അപ്പം ഉച്ചയോടുകൂടി അത് സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തിയെന്നുള്ളൂ. അത് വിഷയം ഇവിടെ അതുപോലെ പള്ളിമുക്ക് ബ്രാഞ്ചിൽ ഒരെണ്ണം വരണമെന്ന് പറയുന്നു. അതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജീവനക്കാരൊക്കെ ഈ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. മറ്റ് അസ്വാഭാവികത ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പരിശോധനയിൽ ഈ സ്ഫോടക വസ്തു ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പോലീസടക്കം നമ്മോട് സംസാരിച്ചത്. ഏതായാലും രാവിലെയോടെയാണ് ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയത്. എറണാകുളത്തെ 2 ബ്രാഞ്ചുകളിൽ, ഒന്ന് പള്ളിമുക്കിലും മറ്റൊന്ന് മാമംഗലത്തെ, ഇടപ്പള്ളിക്ക് സമീപമുള്ള മാമംഗലത്തും ഇത്തരത്തിൽ സ്ഫോടനം നടക്കുമെന്നൊരു ഭീഷണി സന്ദേശം എത്തിയത്. സിറ്റി യൂണിയൻ ബാങ്കിന്റെ പാലക്കാടുള്ള ബ്രാഞ്ചിലും ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയതായൊരു സൂചനയുമുണ്ട്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്, ഒരു നിഗമനം ഉണ്ട്. മാത്രമല്ല തമിഴ്നാടും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പരിശോധന അവസാനിച്ചപ്പോൾ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് പോലീസും ബോംബ് സ്ക്വാഡും ഇതോടൊപ്പം ഡോഗ് സ്ക്വാഡും നൽകുന്നത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹമോലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.